നമുക്കിന്ന് ഒരു റെസിപ്പി വീഡിയോ നോക്കിയാലോ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യം 200 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 50 ഗ്രാം കൊക്കോ പൗഡർ, ബ്ലോസം കൊക്കോ പൗഡറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണണേ. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതുപോലെ വേണം ബേക്കിംഗ് പൗഡർ എടുക്കാനായിട്ട്. അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഒരു പ്രാവശ്യം നമ്മളിത് നന്നായിട്ട് അരിപ്പ വെച്ച് അരിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ വെച്ചാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല എങ്കിൽ 3 പ്രാവശ്യം നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ അരിച്ചെടുത്ത ശേഷം മറ്റൊരു ബൗളിലേക്ക് ഞാനൊരു 4 എഗ്ഗ് എടുക്കുന്നുണ്ട്. 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതുകൂടി ചേർത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്ലോർ എടുത്ത അതേ അളവിൽ, അതായത് 250 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ഐറ്റംസ്, എഗ്ഗ്, വാനില എസൻസ്, പഞ്ചസാര, ഇത്രയും മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇവിടെ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കളറ് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതേപോലെ മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 50 ml വാട്ടറാണ്. നമ്മൾ കൊക്കോ പൗഡർ എടുത്ത അതേ അളവാണ് വെള്ളം ചേർക്കുന്നത്. നോർമൽ വെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഈ ബാറ്റർ ഒട്ടും താണു പോവാതെ നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോറ് അത് ചേർത്ത് കൊടുക്കുക. വളരെ സ്ലോ ആണ് ചെയ്യുന്നത്. ഞാനിവിടെ സ്പീഡിലാണ് വീഡിയോ കാണിക്കുന്നത്. വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഫ്ലോറ് ഒട്ടും താണു പോവാതെ മിക്സ് ചെയ്യാനായിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഫ്ലോറ്. അപ്പോൾ നമുക്ക് ബാറ്റർ താന്നു പോവാതെ ഇതേപോലെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഓവനിലല്ല നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്, ഒരു അലുമിനിയം ടിന്നിലാണ് കേട്ടോ. അപ്പോൾ ആ അലുമിനിയം പാത്രം നമ്മൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. അതിലേക്ക് നമ്മൾ നമ്മുടെ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഹൈയിലല്ല കൊടുത്തിരിക്കുന്നത്, സിമ്മിലും അല്ല, മീഡിയത്തിലാണ്. ഇത്രയും കൊടുത്ത ശേഷം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഒരു ടൂത്ത്പിക്കാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടൂത്ത്പിക്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നില്ല, അത് ക്ലിയറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. മിക്സിയിലാണ് നിങ്ങൾ ബാറ്റർ റെഡിയാക്കിയതെങ്കിൽ അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം അതിലേക്ക് ഫ്ലോർ മിക്സ് ചെയ്യാൻ. ബാക്കി എല്ലാ പ്രോസസ്സും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതേപോലെ ഈ റെസിപ്പി ഫോളോ ചെയ്തോളൂ. അളവ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഫ്ലെയിം കൂടിപ്പോവാതെയും ഒരുപാട് കുറഞ്ഞു പോവാതെയും ശ്രദ്ധിക്കുക. എഗ് ബാറ്ററും അതേപോലെ ഫ്ലോറും മിക്സ് ചെയ്യുന്ന സമയത്ത് ബാറ്റർ ഒരുപാടിട്ട് കുത്തി ഇളക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.